നമുക്കറിയാം അണ്ണാ ഡി എം കെ എന്നത് എൻ ഡി എയുടെ ഭാഗമാണ്. അതായത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയാണ് അണ്ണാ ഡി എം കെ. അണ്ണാ ഡി എം കെയുടെ പിന്തുണ വിജയുടെ പാർട്ടി സ്വീകരിച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ എൻ്റർ ചെയ്യുക, ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള പോലെ അത്ര പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. വിജയുടെ തോളിലേറി തമിഴ് പൊളിറ്റിക്സിലേക്ക് ബി ജെ പി എൻ്റർ ചെയ്യുന്നതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഇപ്പോൾ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ നടുവിലാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് ശേഷം 118 എന്ന കേവല ഭൂരിപക്ഷം നിലവിൽ ആർക്കുമില്ല എന്നതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. 108 സീറ്റുകൾ നേടിക്കൊണ്ട് ഇതിനോടകം തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ദളപതി വിജയുടെ TVK എന്ന പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ വിജയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ അല്ലെങ്കിൽ TVKക്ക് ഭരണത്തിൽ കയറാൻ 118 എന്നൊരു വലിയ തടസ്സം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതായത് ഇനി ഭരണത്തിലേക്ക് കടക്കാൻ ഒരു 10 സീറ്റിന്റെ കൂടി ആവശ്യമുണ്ട്. ഇവിടെ മറ്റൊരു സാഹചര്യമുള്ളത് എന്താണെന്നറിയോ? വിജയ് മത്സരിച്ചത് 2 മണ്ഡലങ്ങളിലാണ്. ഈ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയ് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിലെ MLA സ്ഥാനം ഇതിനോടകം തന്നെ രാജിവെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ TVKയുടെ 108 എന്നുള്ള സംഖ്യ അത് 107ലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്കുള്ള ദൂരം 10 എന്നത് 11 മാറുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ ഓരോ MLA മാരുടെ പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ നിർണായകവുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഓരോ സെക്കൻഡുകൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ DMKയുടെ സഖ്യകക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആകെയുള്ളത് 5 സീറ്റുകളാണ്. ഇതിനോടകം തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം വിജയ്ക്ക് പിന്തുണ നൽകാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 107+5 അതായത് 112. ഇനി വിജയ്ക്ക് ഭരണത്തിലേറാൻ 6 MLA മാരുടെ പിന്തുണ അത്യാവശ്യമാണ്. അതേസമയം തമിഴ്നാട്ടിലെ കോൺഗ്രസ് വിജയുടെ പാർട്ടിക്ക് രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിച്ചത് DMK വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒരു വൻ ചതിയാണ് ഇവിടെ നടന്നത് എന്നാണ് DMKയുടെ ആരോപണം. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ DMK ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് DMK മാത്രമായിരുന്നു. കോൺഗ്രസിനോ കോൺഗ്രസ് ഇതര സഖ്യകക്ഷികൾക്കോ അതിൽ യാതൊരു പങ്കാളിത്തവും ആ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് DMK എന്തോ ഔദാര്യമാണ് കോൺഗ്രസിനോട് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെയുള്ള നരേറ്റീവ് വളരെ തെറ്റാണ്. ഒരു ഔദാര്യം ചെയ്തിട്ടില്ല. അവരൊരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ പോലും മാന്യമായി കോൺഗ്രസിനോട് കാണിക്കേണ്ട പരിഗണന പോലും DMK കാണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് TVK ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാൽ അത് ആ കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമാണെങ്കിൽ അവർ അത് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതേസമയം അണ്ണാ DMKയിലെ ചെറിയൊരു വിഭാഗം MLA മാർ ഇതിനോടകം തന്നെ വിജയ്ക്ക് പിന്തുണ നൽകാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അണ്ണാ DMKയുടെ മുതിർന്ന നേതാവ് K ഷൺമുഖമാണ് ഇത്തരമൊരു പ്രപ്പോസൽ വിജയുടെ മുന്നിലോട്ട് വെച്ചത്. എന്തായാലും ഇതിനോടകം തന്നെ അണ്ണാ DMKയിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് നിലവിലുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തീരുമാനങ്ങളും അവരുടെ നേതാവായ എടപ്പാടി പളനിസ്വാമിയിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് അവസാനം വരെ അറിയാൻ കഴിഞ്ഞത്. അണ്ണാ DMKയുടെ ഈ പിന്തുണ അത് കേവലം ഒരു രാഷ്ട്രീയ പിന്തുണ അല്ല കേട്ടോ. ഈ പിന്തുണ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പിന്തുണയാണ്. സ്വാഭാവികമായിട്ടും അണ്ണാ DMK പിന്തുണ കൊടുത്താൽ ഈസി ആയിട്ട് ഭരിക്കാൻ വിജയനെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇവിടെ ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനത്തെ അവസരത്തിൽ നേരിടേണ്ടതുണ്ട്. നമുക്കറിയാം അണ്ണാ DMK എന്നത് NDAയുടെ ഭാഗമാണ്. അതായത് BJPയുടെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷിയാണ് അണ്ണാ DMK. അണ്ണാ DMKയുടെ പിന്തുണ വിജയുടെ പാർട്ടി സ്വീകരിച്ചാൽ BJPയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ എൻ്റർ ചെയ്യുക, ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ള പോലെ അത്ര പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. വിജയുടെ തോളിലേറി തമിഴ് പൊളിറ്റിക്സിലേക്ക് BJP എൻ്റർ ചെയ്യുന്നതോടെ അണ്ണാ DMKയും DMK തന്നെയും ഒരു പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാണ്ടാവും തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത് എത്തരത്തിലാന്ന് വെച്ചാൽ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഹിന്ദുത്വം, വിശ്വാസം, ആചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. തമിഴ് മണ്ണാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പാകപ്പെട്ടൊരു മണ്ണാണ്. ഇങ്ങനൊരു മണ്ണിലേക്ക് ഇതുവരെ BJPക്ക് കടന്നു കയറാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അത് മറ്റൊന്നുമല്ല, അവിടെ DMK എന്ന ശക്തമായൊരു പ്രതിരോധമുണ്ട്. മാത്രമല്ല തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ദ്രാവിഡ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വർഗീയ ചിന്തകളുമായി തമിഴ് മണ്ണിൽ ലാൻഡ് ചെയ്യുമ്പോൾ
വേണ്ടത്ര ഒരു സ്വീകാര്യത കിട്ടാതിരിക്കും അതിന് എന്നുള്ളത് ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇത്രയും കാലം തമിഴ്നാട്ടിൽ സംഭവിച്ചത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിജയുടെ തേരിലേറി തമിഴ് രാഷ്ട്രീയത്തിൽ BJP കാല് കുത്തി കഴിഞ്ഞാൽ, സൂചി കുത്താൻ ഇടം കൊടുത്താൽ ഉറപ്പായിട്ടും BJP ഒരു വൈറസ് പോലെ തമിഴ്നാട്ടിൽ പടർന്ന് പന്തലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പന്തലിക്കൽ തമിഴ്നാട്ടിലെ പ്രധാന 3 രാഷ്ട്രീയ കക്ഷികൾ, അതായത് അണ്ണാ DMK, TMK, വിജയുടെ TVK, ഈ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി കടുത്ത പ്രതിസന്ധിയിലാവും. മാത്രമല്ല, വിജയ് തമിഴ്നാട്ടിൽ വോട്ട് നേടിയെടുത്തത് മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതേ വിജയ് കേവലം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മാത്രം BJPയുടെ കൂടെ അല്ലെങ്കിൽ BJPയുടെ ഘടകകക്ഷിയുടെ ഭാഗമാകുമ്പോൾ അത് വിജയ് അദ്ദേഹത്തിന്റെ വോട്ടർമാരോട് ചെയ്യുന്ന കടുത്ത വഞ്ചന എന്നുള്ള നരേറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അണ്ണാ DMKയുടെ പിന്തുണ വിജയ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായി അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതേസമയം വിജയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇടത് സംഘടനകളും VCKയും പിന്തുണ കൊടുത്തേക്കാം എന്നുള്ള ഒരു സാധ്യത ചർച്ചകളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഇടത് സംഘടനയ്ക്ക് 2 സീറ്റാണുള്ളത്. അതുപോലെ VCK എന്ന പാർട്ടിക്കുള്ളത് 1 or 2 സീറ്റോ, എനിക്ക് തോന്നുന്നു 1 ആണെന്ന്. അങ്ങനെ ആവുമ്പോൾ പോലും 112 3 115 ആവുന്നുള്ളൂ. പിന്നെയും 3 സീറ്റ് അത്യാവശ്യമായി വേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്ന എല്ലാവരുമായിട്ടും ഒരു ചർച്ചയുടെ സാധ്യത എല്ലാവരുടെ മുന്നിലേക്കും തുറന്നു വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തൊക്കെയോ സംഭവിക്കാനും സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വിജയ് ഗവർണറെ കാണുമെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യവും പൊതുവെ തമിഴ്നാട്ടിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. കേവല ഭൂരിപക്ഷമായ 118 സീറ്റ് വിജയ് നേടിയിട്ടില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് ഇടത് പിന്തുണയോടെ ആകെ തികക്കാനായത് 115 സീറ്റാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നിലവിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം കണക്കിന്റെ കളികൾ മാത്രമല്ല, ഇത് തമിഴ്നാട്ടിലെ ആകെ തന്നെ രാഷ്ട്രീയ നിലപാടുകൾ മാറിപ്പോയേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തമിഴ് മണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രീതിയും സ്വീകരിച്ച് അധികാരത്തിൽ വിജയ് വന്നിരിക്കുമെന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ? ഒരു പക്ഷേ അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിൽ ഉണ്ടായാൽ, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്താൽ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVK തമിഴ്നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമുക്ക് വേണ്ട. ശക്തമായ ആശയ അടിത്തറ ഉണ്ടെങ്കിൽ വിജയ് ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ലഭിക്കാവുന്ന മുഖ്യമന്ത്രി പദം ഒരു പക്ഷേ അദ്ദേഹം നീട്ടിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പൂർണ്ണമായിട്ടുള്ള കേവല ഭൂരിപക്ഷം നേടുക എന്നതാവും അദ്ദേഹത്തിന്റെ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വിജയ് എന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം തമിഴ്നാട്ടിന്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലുമുള്ള ഒരു വികാരമാണ് എന്ന് ഇതിനോടകം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും 118 എന്ന മാജിക് നമ്പർ ഇതിനോടകം തന്നെ വിജയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒരു നമ്പറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും തമിഴ്നാട്ടിൽ സംഭവിക്കുക? വിജയ്ക്ക് CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുമോ? അതല്ലെങ്കിൽ മറ്റൊരു പുതിയ CM ആയിരിക്കുമോ തമിഴ്നാട്ടിൽ ഉണ്ടാകുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടുമിക കാണാമെന്ന പ്രതീക്ഷ.